നമസ്കാരം. ഇറാൻ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജെയ്ഷ് അൽ അദിൽ എന്ന ഭീകരവാദ ഗ്രൂപ്പിന്റെ പ്രമുഖ കമാൻഡറായ ഇസ്മയിൽ ഷഹബക്ഷും അയാളുടെ ചില കൂട്ടാളികളും പാകിസ്ഥാൻ പ്രദേശത്ത് കൊല്ലപ്പെട്ടതായി ഇറാൻ സൈനിക സേന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പുതിയ വികസനം. 2012 സ്ഥാപിതമായ ജെയ്ഷ് അൽ അദിലിനെ ഇറാൻ ഭീകര സ്ഥാപനമായി അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടന ഒരു സുന്നി ഭീകരവാദ സംഘടനയാണ്. ഈ ഭീകരവാദ ഗ്രൂപ്പിന് ഇറാനിയൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ചരിത്രമുണ്ട്. ഡിസംബറിൽ കുറഞ്ഞത് 11 പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണത്തിന് കാരണമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ശത്രുതകൾക്കിടയിലും സംഘർഷം ലഘൂകരിക്കാൻ സമീപകാലത്ത് പാകിസ്ഥാൻ നയതന്ത്ര ശ്രമങ്ങൾ ഏറ്റെടുത്തിരുന്നു. പരസ്പരം അതിർത്തിക്കുള്ളിലെ ഭീകരവാദ ഘടകങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പരസ്പര വ്യോമാക്രമണ പരമ്പരയെ തുടർന്ന് പാകിസ്ഥാനും ഇറാനും സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാനും ചേർന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് കരാർ വെളിപ്പെടുത്തിയത്. ഭീകരതയ്ക്കെതിരെ പോരാടാനും പരസ്പര ആശങ്കകൾ പരിഹരിക്കാനുമുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ജിലാനി അന്ന് ഊന്നി പറഞ്ഞു. എന്നിരുന്നാലും അടുത്തിടെയുണ്ടായ ഏറ്റുമുട്ടൽ നയതന്ത്രപരമായ പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ്. ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ജെയ്ഷ് അൽ അദിലിന്റെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പാകിസ്ഥാനിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇത് സാധാരണക്കാരുടെ മരണങ്ങൾ ഉൾപ്പെടെയുള്ള മരണങ്ങളിലേക്ക് നയിച്ചു. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ ഇറാനിൽ നിന്നുള്ള അംബാസഡറെ പിൻവലിക്കുകയും തങ്ങളുടെ പരമാധികാര ലംഘനത്തിൽ പ്രതിഷേധിച്ച് ഇറാനിയൻ പ്രതിനിധിയുടെ വരവ് തടയുകയും ചെയ്തു. തുടർന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ഭീകരവാദ സംഘടനകൾ ഉപയോഗിച്ചിരുന്ന ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇറാനിൽ ആക്രമണം നടത്തി തിരിച്ചടിച്ചു. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാനുള്ളിൽ കടന്ന് ഇറാൻ സൈനികർ ഭീകരവാദികൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പാകിസ്ഥാന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.